കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. My dear friends, we are always in the presence of God. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും എപ്പോഴും യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നോർത്ത് കൊള്ളണം. Jesus Christ can always see where we are, how we are, and other things. യേശു കർത്താവിന് എപ്പോഴും നാം എങ്ങനെയാണ്, നാം എവിടെയാണ് എന്നുള്ളതെല്ലാം കാണാൻ കഴിയും. Many times we are not aware of that. എന്നാൽ പലപ്പോഴും നാം അപ്രകാരം ചിന്തിക്കാറേയില്ല. But I tell you that to be aware of that makes our life very special and very happy one. നാം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പ്രത്യേകതയുള്ളതാണെന്നും വളരെ സന്തോഷകരമായിട്ടുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. And so this woman comes and Jesus is speaking to this woman. അതുകൊണ്ട് ആ സമയത്ത് ഈ സ്ത്രീ അവിടെ കടന്നു വരികയും യേശു അവളുമായി ഒരു സംഭാഷണം നടത്തുകയും ചെയ്തു. And also want to say something about this well. ഈ കിണറിനെ പറ്റി, ഈ ഉറവിനെ പറ്റി ചില കാര്യങ്ങളും നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. This is in the village Sychar. സുഖാർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലായിരുന്നു ഈ കിണർ. This well has a spiritual importance. ഈ കിണറിന് പ്രത്യേകമായ ഒരു ആത്മീകമായ പ്രാധാന്യമുണ്ടായിരുന്നു. This was a well where Father Jacob was drinking the water. ഈ കിണറിൽ നിന്നാണ് അവരുടെ പിതാവായ യാക്കോബ് വെള്ളം കുടിച്ചിരുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. This land belonged to Father Jacob. പിതാവായിരുന്ന യാക്കോബിന് അവകാശപ്പെട്ടതായിരുന്നു ആ ഭൂമി. And this land was gifted by Jacob to his favorite son Joseph. തൻ്റെ ഇഷ്ടപുത്രനായ യോസഫിന് ദാനമായി നൽകിയതായിരുന്നു ഈ ഭൂമി. So that means this well has a very spiritual connection. അതുകൊണ്ട് തന്നെ ഈ കിണറിന് ആത്മീയമായ ഒരു വലിയ ബന്ധവും ഉണ്ടായിരുന്നു. And they say in the Bible that this is the well where Jacob met Rachel. വേദപുസ്തകത്തിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് ഈ കിണറിനരികെയാണ് യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടിയത്. This is the well where Moses met Zipporah. ഈ കിണറിനരികെയാണ് മോശ തൻ്റെ ഭാര്യയായ സിപ്പോറയെ കണ്ടെത്തിയത്. In the traditions they always ascribe like this. There may be lot of truth in that. For example, I want to say when Abraham sacrificed Isaac in Mount Moriah, that was the place where Abel gave the sacrifice to God. പാരമ്പര്യങ്ങൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ വേദപുസ്തക സംഭവങ്ങളുമായി വരുത്താറുണ്ട്. ഉദാഹരണമായി അബ്രഹാം യാഗമായി തൻ്റെ മകനെ നൽകാൻ ആഗ്രഹിച്ച മോറിയ മലയിലാണ് ഹാബേലും കായീനും യാഗം കഴിച്ചതെന്നും പാരമ്പര്യങ്ങൾ പറയുന്നു. And that is the same place where later Solomon built the temple. അവിടെ തന്നെയാണ് ശലോമോൻ തൻ്റെ ആലയം ഉണ്ടാക്കിയതെന്നും പാരമ്പര്യങ്ങൾ പറയുന്നു. I deeply believe in these traditions. ഞാൻ വളരെ ആഴത്തിൽ ഈ പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ്. And in that sense, I always have a spiritual reverence for this well when I read this text. ഞാൻ എപ്പോഴും ഈ വേദഭാഗം വായിക്കുമ്പോൾ എനിക്ക് ആത്മീയമായ ഒരു വലിയ ബഹുമാനം ഈ കിണറിനോട് ഉണ്ടാകാറുണ്ട്. Some of the friends here, you might have visited Holy Land. ഇവിടെ എന്നെ കേൾക്കുന്ന ചില ആളുകളെങ്കിലും വിശുദ്ധ നാട് സന്ദർശിച്ചിട്ടുള്ളവരാകാം. Those who visited there, you might have experienced this. അവിടെ സന്ദർശിച്ചവർക്ക് ഇപ്രകാരമുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. See, when we landed in the Tel Aviv airport and when they took us in the car
to Jerusalem, that good friend who was a professor, he asked me, John, do you know this road? ടെലവീവിൽ വിമാനമിറങ്ങി വിശുദ്ധ നാട് കാണാൻ പോകുമ്പോൾ എൻ്റെ നല്ല സുഹൃത്തായ ഒരു പ്രൊഫസർ എന്നോട് ചോദിച്ചു, ജോൺ, നിങ്ങൾ ഈ വഴി അറിയുമോ? This is the road to Emmaus, where Jesus was talking with the disciples after his resurrection. ഈ വഴിയാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടിയ എമ്മവുസിലേക്കുള്ള വഴി. Do you know how I felt? നിങ്ങൾക്കറിയണമോ ഞാൻ എപ്രകാരമാണ് ആ സമയത്ത് ചിന്തിച്ചത് എന്ന്? It was simply indescribable. എനിക്കത് വിശദീകരിക്കാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല. When we were crossing to another place, he showed me and said, this is the place where King David looked behind, saw Jerusalem and wept. ഈ സ്ഥലമാണ്, മറ്റൊരു സ്ഥലത്തൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ സ്ഥലമാണ് ദാവീദ് തിരിഞ്ഞു നോക്കി യെരുശലേമിനെ കാണുകയും തുടർന്ന് കരയുകയും ചെയ്തത്. Until that, I did not understand that verse clearly. ആ സമയം വരെ ആ വാക്യം എനിക്ക് അപ്രകാരം മനസ്സിലായിരുന്നില്ല. And then he showed me that is the last point he can see Jerusalem. After that, he cannot see Jerusalem. എന്നിട്ട് അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, ആ പ്രത്യേക സ്ഥലത്തു നിന്ന് അവസാനമായി നിനക്ക് യെരുശലേം കാണാം, അതിനുശേഷം മുൻപോട്ട് പോയാൽ ഇനിയും യെരുശലേം കാണാൻ കഴിയില്ല. So David thought he will not see Jerusalem again in his life. അതുകൊണ്ട് തന്നെ ദാവീദ് ആ ഘട്ടത്തിൽ ചിന്തിച്ചത് അവന്റെ ജീവിതത്തിൽ ഇനിയും യെരുശലേം അവൻ കാണില്ല എന്നാണ്. And then he wept bitterly. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ദാവീദ് വളരെ ആഴമായി കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. That is why when we read minute things in the Bible, we should not overlook, but we should try to draw all the feelings that is behind the text, behind the passage. അതുകൊണ്ട് തന്നെ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിലെ വളരെ ചെറിയ വിശദീകരണങ്ങൾ പോലും വളരെയധികം അർത്ഥതലങ്ങൾ ഉള്ളതാണ്. അങ്ങനെ അത് പഠിക്കാനായി നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. And now Jesus is asking a simple question, woman, give me some water to drink. യേശു കർത്താവ് ഇപ്പോൾ വളരെ ലളിതമായ ഒരു ചോദ്യം ഈ സ്ത്രീയോട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ? And the woman is asking, how come you ask me? You are a Jew and I am a Samaritan woman. അപ്പോൾ ഈ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? And Jesus says, you do not know who is asking you. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്ന ആളെ നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. Had you known who is that person, you would have asked the water. എന്നാൽ നിന്നോട് ചോദിക്കുന്ന ആൾ ആരാണ് എന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് വെള്ളം ചോദിക്കുമായിരുന്നു. This place explicitly tells us how Jesus would feel when he was living in this world. യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു കർത്താവ് എങ്ങനെയാണ് തന്നെ മനസ്സിലാക്കിയിരുന്നത് എന്ന് ഈ പ്രത്യേകമായ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. He was God's son. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. He was God himself. അവൻ ദൈവമായിരുന്നു. He was the one who led them out of Egypt. അവനാണ് ഈ മിസ്രൈമിൽ നിന്നും അവരെ വിടുവിച്ചത്. He was the one who raised judges and kings. അവനാണ് ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും ഉയർത്തിയത്. But now he is walking, moving around like an ordinary human being. എന്നാൽ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ ഭൂമിയിലൂടെ യേശു അങ്ങനെ സഞ്ചരിക്കുകയാണ്. Nobody recognizes him as the King of Kings. രാജാക്കന്മാരുടെ രാജാവായി പലരും അവനെ തിരിച്ചറിഞ്ഞില്ല. But Jesus knows who he was. എന്നാൽ യേശുവിനെ നന്നായി അറിയാമായിരുന്നു അവൻ ആരാണ് എന്ന്. And every time he would smile within himself, he does not know who I am. She does not know who I am. See, does he not say, Amma, you do not know who I am? യേശു കർത്താവ് തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ പലപ്പോഴും അവൻ മനസ്സിലാക്കിയിരുന്നു തന്നെ കാണുന്നവരൊന്നും തന്നെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ സ്ത്രീയോട് ചോദിച്ചിരിക്കാം, മകളെ, നീ എന്നെ തിരിച്ചറിയുന്നില്ലേ? And now she says another beautiful thing. She is extremely a simple, plain woman. So she says, you say that you will give me water. The well is very deep. You have no bucket. How will you give me water? ഈ സ്ത്രീ വളരെ സാധാരണക്കാരിയായ സ്ത്രീ ആയിരുന്നു എന്നുള്ളത് അവളുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ഇത് പറഞ്ഞപ്പോൾ അവൾ യേശുവിനോട് പറഞ്ഞു, നീ വെള്ളം കുടിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വെള്ളം കോരാനുള്ള പാത്രം നിന്റെ കയ്യിൽ ഇല്ലല്ലോ. ഈ കിണർ വളരെ ആഴമുള്ളതാണ്.
She looks extremely innocent. അവൾ വളരെ നിഷ്കളങ്കയായി കാണപ്പെടുകയാണ്. She looks like a small child. ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അവൾ സംസാരിക്കുന്നത്. But also behind this conversation, there are a lot of traditions about this well. ഈ സംഭാഷണത്തിന് പിന്നിലും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കിണറിനെ സംബന്ധിക്കുന്ന പല പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. This well, they say, whenever the people came to draw water, the water will rise to the surface and they simply took water from that. ഈ കിണറിനെ കുറിച്ചുള്ള അപ്രകാരമുള്ള ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ആളുകൾ വെള്ളം കോരാനായി വരുമ്പോൾ വെള്ളം ഇങ്ങനെ ഉയർന്നു വരികയും ആളുകൾക്ക് പ്രയാസമില്ലാതെ അതിൽ നിന്നും വെള്ളം കോരാൻ തക്കവണ്ണം അതിലെ വെള്ളം ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. And later this became the well of Miriam in Exodus. പുറപ്പാട് പുസ്തകത്തിൽ മിരിയാമിന്റെ കിണറായി ഇത് മാറി എന്നും പാരമ്പര്യങ്ങൾ പറയുന്നു. And we know that when they were moving in the wilderness, wherever Miriam moved, the well will come with her. പുറപ്പാട് സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ എവിടെയൊക്കെ ജനം മുൻപോട്ട് പോയോ അവിടെയൊക്കെ മിരിയാമിനോടൊപ്പം ഈ കിണറും പോയിരുന്നു എന്നുള്ളൊരു പാരമ്പര്യവുമുണ്ട്. And also they say that on the day Miriam died, this well disappeared. മിരിയാം മരിച്ചതായ ദിവസം പിന്നീട് ഒരിക്കലും അവർ ഈ കിണർ കണ്ടിട്ടില്ല. So this well has so many historical nuances, historical truths, insights behind it. അതുകൊണ്ട് ഈ കിണറിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായുള്ള പല സത്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. She might have heard all these things, ഒരുപക്ഷെ അവൾ ഇതെല്ലാം കേട്ടിരുന്നിരിക്കാം. but yet she is a very practical person. എങ്കിലും അവൾ പ്രായോഗികമായി മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. Now she is asking, without bucket, how will you give me water? അതുകൊണ്ട് തന്നെ അവൾ യേശുവിനോട് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ പാത്രമില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് വെള്ളം കോരുന്നത്? And you see now Jesus changes the conversation. അവിടെയാണ് യേശു ഈ സംഭാഷണത്തിന്റെ ഗതി തന്നെ മാറ്റുകയാണ്. And he would say, Amma, can you go and bring your husband? അവിടെ യേശു അവളോട് ചോദിക്കുന്നു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാമോ? And she immediately said, I have no husband. ഉടനെ തന്നെ അവൾ പറയുന്നു, എനിക്ക് ഭർത്താക്കന്മാരില്ല. And Jesus says, I know that. You had 5 husbands and now you live with one man and he's not your husband. അപ്പോൾ തന്നെ യേശു അവളോട് പറഞ്ഞു, എനിക്കറിയാം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ കൂടെയുള്ള ആളോ നിന്റെ ഭർത്താവല്ല. And here this language and the accent is very important. ഇവിടെ ഈ സംഭാഷണ രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. I have heard many people understanding this text like Jesus was hitting at her. പല ആളുകളും ഈ സംഭാഷണത്തിലൂടെ യേശു വല്ലാതെ അവളെ നേരിടുന്നു എന്നുള്ളത് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. We have seen many people who speak about other people's moral weaknesses. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ ധാർമ്മികമായ ദുർബലതകളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ. That is not truly a human way of living. അത് മാനുഷികമായി നമ്മൾ ജീവിക്കേണ്ടതായ ഒരു സാഹചര്യമല്ല. I can never think or believe that Jesus would have spoken in that tone. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ആ രീതിയിലാണ് അവളോട് സംസാരിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. But this is Father speaking to his daughter. ഇവിടെ ഒരു പിതാവ് തൻ്റെ മകളോട് സംസാരിക്കുന്നത് പോലെയാണ് യേശു സംഭാഷിക്കുന്നത്. She was extremely a good woman. ഈ സ്ത്രീ വളരെ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. But the men she met in her life were not adequate for her goodness. എന്നാൽ അവളിലുള്ള നന്മയ്ക്ക് സമാനമായിട്ടുള്ള പുരുഷന്മാരെ അല്ല അവൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയത്. One after another she is disappointed. ഒന്നിനു പുറകെ ഒന്നായി ഈ പുരുഷന്മാർ അവൾക്ക് സംതൃപ്തി കൊടുത്തിരുന്നില്ല. Can you imagine the heart of your father, how it is painful when the daughter is not getting a good person in her life? നമുക്കിപ്പോൾ ചിന്തിക്കാനായി കഴിയും, ഒരു പിതാവ് തൻ്റെ മകൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനെ കണ്ടുകിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്രമാത്രം വേദനിക്കും എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. This is precisely for this reason Jesus has come by this way. ഈ പ്രത്യേക കാരണം ഒന്നു മാത്രം കൊണ്ടാണ് യേശു കർത്താവ് ഈ വഴിയെ യാത്ര വന്നത്. Jesus has chosen this time to see his daughter. യേശു കർത്താവ് ഈ സമയം തിരഞ്ഞെടുത്തത് തൻ്റെ മകളെ കാണുവാനായിട്ടാണ്.
and he wants to bring some happiness in her life. അവളുടെ ജീവിതത്തിൽ അല്പം സന്തോഷം പകരാൻ അവൻ ആഗ്രഹിച്ചു. This is what we say pastoral visit. ഇവിടെയാണ് ഇടയ ശുശ്രൂഷയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. All the achans, we do this for the community. പട്ടക്കാരായിരിക്കുന്ന എല്ലാവരും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഇടയ സന്ദർശനങ്ങൾ നടത്താറുണ്ട്. All of us as the members of the church, we have a responsibility for this. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഇടവകകളെ കുറിച്ച് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം എല്ലാ പട്ടക്കാർക്കുമുണ്ട്. Every Christian teacher has this responsibility. എല്ലാ ക്രിസ്ത്യാനികളായ ഗുരുക്കന്മാർക്കും ഈ ഉത്തരവാദിത്വമുണ്ട്. We must have a look for the people who are not noticeable in the common life. ഒരുപക്ഷെ സാധാരണ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന അനേക ആളുകളെ കണ്ടെത്താനുള്ള പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. This is what we learn from our Lord Jesus Christ. See his passionate affection for a simple village woman who had been defeated in her family life. അവളുടെ കുടുംബ ജീവിതത്തിൽ വല്ലാതെ തകർന്നു പോയ ഒരു സ്ത്രീയെ അന്വേഷിച്ച് യേശു കർത്താവ് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തെയാണ് നമ്മൾ കാണുന്നത്. And now she recognizes that this person is not an ordinary person. എന്നാൽ ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇയാൾ സാധാരണക്കാരനായ മനുഷ്യനല്ല. He knows about my life. അദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. He speaks about my family. എൻ്റെ കുടുംബത്തെക്കുറിച്ച് അവൻ സംസാരിക്കുന്നു. And definitely he is not offending me. അതുമാത്രമല്ല അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നുമില്ല. That means he has a deep concern for my life. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ അതിയായ ആഗ്രഹമുണ്ട്. And so now she changes the language. You are a prophet. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ ഭാഷയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അവനോട് പറയുന്നു, നീ ഒരു പ്രവാചകനാണ്. And so she begins to speak to Jesus Christ. അതേ തുടർന്ന് അവൾ യേശുവിനോട് തുടർന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. And once she knows that Jesus Christ is a prophet, she is asking, your people are worshipping in Jerusalem, our people are worshipping in Gerizim. Which is the right place to worship? യേശു കർത്താവ് ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കി അവൾ തുടർന്ന് ഈ ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ്. അവൾ യേശുവിനോട് ചോദിച്ചു, ഏതാണ് ആരാധനയ്ക്കുള്ള ശരിയായ സ്ഥലം? നിങ്ങൾ ആരാധിക്കുന്ന യെരുശലേമാണോ, ഞങ്ങൾ ആരാധിക്കുന്ന ഗെരസീമാണോ? And Jesus, you see, now the topic of conversation is not family life, but it is about worship and spirituality. ഇപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ വിഷയം കുടുംബജീവിതമല്ല, അവിടെ നിന്നും ആരാധനയിലേക്കും ആത്മീകതയിലേക്കും അത് മാറുകയാണ്. And would not Jesus think that she is not up to discussing theology with him? എന്നാൽ യേശു കർത്താവ് ഒരിക്കലും ചിന്തിച്ചില്ല, ഈ സ്ത്രീക്ക് എന്നോട് ദൈവശാസ്ത്രം ചർച്ച ചെയ്യാനുള്ള യോഗ്യത അവൾക്കില്ല എന്ന്. A Jewish rabbi does not discuss Bible with a woman. സാധാരണയായി ഒരു യഹൂദ റബി, ഒരു ഗുരു, ഒരിക്കലും ഒരു സ്ത്രീയോട് വേദപുസ്തകമോ ദൈവശാസ്ത്രമോ ചർച്ച ചെയ്യാറില്ല. But here Jesus is willing to discuss with this woman. എന്നാൽ യേശു കർത്താവ് ഇവിടെ ഈ സ്ത്രീയോട് അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. And Jesus is trying to explain in a way she can understand. അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ യേശു കർത്താവ് കാര്യങ്ങളെ വിശദീകരിക്കുകയാണ്. But behind this question there is also some curiosity. ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ വളരെ ആകാംക്ഷകളുമുണ്ട്. Usually there was lot of enmity between Jews and Samaritans. സാധാരണയായി യഹൂദരും ശമര്യക്കാരും തമ്മിൽ വളരെയധികം ശത്രുത നിലനിന്നിരുന്നു. The Jewish people, the Jews always looked down upon the Samaritans. യഹൂദരെപ്പോഴും ഈ ശമര്യക്കാരുടെ മേൽ വളരെ താഴ്ന്ന രീതിയിലാണ് നോക്കിയിരുന്നത്. They thought that Samaritans worshipped pagan gods. അവരെപ്പോഴും ചിന്തിച്ചിരുന്നത് ശമര്യക്കാർ ആരാധിക്കുന്നത് ഇതര ദൈവങ്ങളെയാണ്. And the Samaritans were having intermarriages with the pagan people. ഈ ശമര്യക്കാർ എപ്പോഴും ഇതര മതസ്ഥരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. The pagan is not a right word, but I am just using the word which comes in our Bible. പെയ്ഗൺ എന്ന് പറയുന്ന വാക്ക് അത്ര നല്ല വാക്കല്ല എന്ന് എനിക്കറിയാം, എങ്കിലും വേദപുസ്തകത്തിൽ അതുള്ളത് കൊണ്ട് ഞാൻ അപ്രകാരം പരാമർശിക്കുകയാണ്. And these Samaritans always had a problem because the Jewish people who came back from exile took away the land from Samaritans.
ഈ ശമര്യക്കാർക്ക് യഹൂദരോടുള്ള ഒരു പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് പ്രവാസത്തിന് ശേഷം അവർ മടങ്ങി വന്നപ്പോൾ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളെ മുഴുവൻ അവർ കൈയടക്കി എന്നുള്ളതാണ്. Now, if Jesus Christ says that Jerusalem is the right place, then he will become a Jew and he will become an enemy of the Samaritan people. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വിഷയം, ഇപ്പോൾ യേശു പറയുകയാണ് യെരുശലേമാണ് യഥാർത്ഥ ആരാധനയുടെ സ്ഥലം എങ്കിൽ യേശു യഹൂദനായി മാത്രം സംസാരിക്കുകയും ശമര്യക്കാരെ നിരസിക്കുകയും ചെയ്യുകയാണ്. If he says Gerizim is the right place, already the Judeans are against Jesus. This is enough to accuse him. യേശു കർത്താവ് പറയുകയാണ് ഗെരിസീമാണ് യഥാർത്ഥമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ യേശുവിനെ യഹൂദർക്കെതിരെ പ്രവർത്തിക്കുന്നവൻ എന്ന് യഹൂദർ മനസ്സിലാക്കിയിട്ടുള്ളത് വീണ്ടും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. But actually Jewish people and the Samaritans are God's children. ശമര്യക്കാരും യഹൂദ മക്കളും ദൈവത്തിന്റെ മക്കൾ തന്നെ ആയിരുന്നു. Jesus is God. യേശു ദൈവമാണ്. He has no difference Samaritan or Judeans. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യഹൂദനെന്നോ ശമര്യക്കാരെന്നോ യാതൊരു വ്യത്യാസവുമില്ല. Jesus wants to reconcile Judeans and Samaritans. യേശുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് യഹൂദരും ശമര്യക്കാരും തമ്മിൽ അനുരഞ്ജനത്തിലൂടെ പോകണം എന്നാണ്. So he does not want to escape the question. അതുകൊണ്ട് തന്നെ യേശു ഈ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. But he wants to bring a third meaning. എന്നാൽ യേശു കർത്താവ് അതിന് മൂന്നാമത്തെ ഒരു അർത്ഥം നൽകാനായി ആഗ്രഹിക്കുന്നു. Usually we think that there are only one meaning. സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് ഒരർത്ഥം മാത്രമേ ഉള്ളൂ എന്നാണ്.